ബാലേന്ദ്രൻ അന്നൊരു ക്യാമ്പസ് സിനിമ പ്ലാൻ ചെയ്തിരുന്നു. ആ സിനിമ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പുതിയൊരു നായകനും പുതിയൊരു നായികയും ഇങ്ങനെ മതി എന്നുള്ളതായിരുന്നു അന്ന് വിചാരിച്ചത്. ബാലേന്ദ്രൻ കൂടെ അന്ന് ഒരു 5-6 സിനിമകളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ബാലേന്ദ്രന്റെ മുമ്പത്തെ സിനിമകളൊക്കെ അഭിനയിച്ചിരുന്ന ഒരു നായികയായിരുന്നു അംബിക. അംബിക എന്നൊരു അത്യാവശ്യം ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു യുവ നായിക. അത് ഭയങ്കര ഒരു സ്റ്റാർഡത്തിലേക്കൊന്നും എത്തിയിട്ടില്ല, പക്ഷെ ഈ നീലത്താമര പോലത്തെ സിനിമകളൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെ പുതിയൊരു നായിക അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അംബിക ബാലേന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പോരെ എന്നാൽ, അതായത് ബാലേന്ദ്രന്റെ ഒരു ഹിറ്റ് ഡയറക്ടറാണ്. അപ്പൊ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ, പുതിയ നായിക കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് കുറെ അന്വേഷിച്ചു. പക്ഷെ ആരും കിട്ടിയില്ല. അവസാനം അംബിക തന്നെ നായികയായിട്ട് ഫിക്സ് ചെയ്തു. പിന്നെ നായകനെ കണ്ടുപിടിക്കണം. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ പ്രേം നസീറിന്റെ മക്കള്, പ്രേം നസീറിനെ കൊണ്ട് ഷാനവാസ് കൂടാതെ ഒരു 3 പെൺമക്കളാണ്. അവരൊന്നും അങ്ങനെ മീഡിയ, അന്നൊന്നും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പൊ പ്രേം നസീറിന്റെ ഒരു ഫാമിലി ലൈഫ് ഒന്നും പൊതുജനത്തിന് അന്ന് അറിയില്ല. അപ്പൊ അന്ന് ബാലേന്ദ്രൻ ഒരു ഇന്റർവ്യൂവിൽ ഒരിക്കൽ പറഞ്ഞത് അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കൊരു ദൂരദർശനില് കേരളത്തിലും ഈ പറഞ്ഞ ദൂരദർശനും മലയാളവും TV ഒന്നും അധികം വന്നിട്ടില്ല. മദ്രാസിൽ അന്ന് ഹിന്ദി ചാനൽ ഹിന്ദിയും ഒക്കെ ഉണ്ടെന്നാണ്. അപ്പൊ ദൂരദർശനിൽ പ്രേം നസീറിന്റെ ഒരു ഇന്റർവ്യൂവില് പ്രേം നസീർ പറഞ്ഞു എൻ്റെ മകനിങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമാണ്, അവന് സിനിമയിലേക്ക് അഭിനയിക്കാനൊക്കെ ഒരു താല്പര്യമുണ്ട്. അതായത് പ്രേം നസീറിന് ശരിക്കും മകനെ ഒരു ബിസിനസ്സുകാരനാക്കണം, അതായത് ബിസിനസ്സിൽ ഇറങ്ങിയാൽ ശാശ്വതമാണ്, അത് മതി എന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ ഷാനവാസ് ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ഈ ഒരു സെലിബ്രിറ്റി ലൈഫിൽ അപ്പൊ ഷാനവാസിനും ഒരു താല്പര്യമുണ്ട്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നോക്കാം എന്ന് പ്രേം നസീർ ഇങ്ങനെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. അപ്പൊ ബാലേന്ദ്രൻ അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലിക്കായി. നേരെ പ്രേം നസീറിന്റെ ലൊക്കേഷനിൽ പോയി. പ്രേം നസീർ അന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോയിട്ട് പറഞ്ഞു. അപ്പൊ പ്രേം നസീറിനെ കാണണം എന്ന് പറഞ്ഞു ചെന്നു. ഇവര് തമ്മിൽ ബ്രേക്കിൽ സംസാരം തുടങ്ങി. അപ്പൊ പ്രേം നസീർ വിചാരിച്ചിരിക്കുന്നത് പ്രേം നസീറിന്റെ ഡേറ്റിന് വേണ്ടി വന്നത്. പ്രേം നസീർ ആദ്യം തന്നെ സംസാരം തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ പ്രേം നസീറിന്റെ സ്വഭാവം, പ്രേം നസീർ ഒരാളെയും നോന്ന് ഓപ്പൺ ആയിട്ട് പറയുകയോ അല്ലെങ്കിൽ ഒരാളെ വെറുപ്പിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. പ്രേം നസീർ പറഞ്ഞു മിസ്റ്റർ മേനോൻ, എനിക്ക് ഈ പടം കഴിഞ്ഞാൽ വേറെയും 2 പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു 2 പടം തീർക്കാൻ. അങ്ങനെ അപ്പൊ ഈ വർഷം ചിലപ്പോൾ എന്റെ ഡേറ്റ് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു സാറിന്റെ ഡേറ്റ് എനിക്ക് വേണം, ഈ വർഷം വേണ്ട, അതെനിക്ക് അടുത്ത കൊല്ലമൊക്കെ ആയിട്ട് മതി. ഇപ്പൊ ഞാൻ വന്നത് സാറിന്റെ ഡേറ്റിന് വേണ്ടിയല്ല, മകൻ ഷാനവാസിന്റെ ഡേറ്റിന് വേണ്ടിയാണ്. അപ്പൊ പ്രേം നസീർ ഒന്ന് സൈലന്റ് ആയി.